ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം തികയുന്നു. മരം പോലെ സമരം. കോഴിക്കോടിന്റെ വ്യവസായ ചരിത്രത്തിന്റെ ഭാഗമായ കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി സമരം 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. അനധികൃതമായി അടച്ചുപൂട്ടിയ കോൺട്രസ്റ്റ് മാറി മാറി വന്ന സർക്കാരുകൾ ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ട് 8 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയായിട്ടില്ല. 175 വർഷത്തിലധികം പഴക്കമുള്ള കോഴിക്കോടിന്റെ ചരിത്രമാണ് ഇവിടെ ഇല്ലാതായിത്തീരുന്നത്. 2009 ഫെബ്രുവരി 1 ഫാക്ടറി അടച്ചുപൂട്ടി. പിന്നീട് അടച്ചുപൂട്ടിയ ഫാക്ടറി സർക്കാർ ഏറ്റെടുത്ത് പൈതൃക സ്ഥാപനമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സമരം ആരംഭിച്ചു. സമരത്തെ തുടർന്ന് 2010 LDF സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള ഓർഡിനൻസ് ഇറക്കി. 2012 UDF സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ചു. 2014 പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും തൊഴിലാളികൾക്ക് പ്രതിമാസം 5000 രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ്. ഇതിനു പുറമെ 2014 പുരാവസ്തു വകുപ്പ് തുടങ്ങിവെച്ച നടപടികൾ പൂർത്തീകരിച്ച് കേരള സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടും ബന്ധപ്പെട്ട വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. കൂടാതെ തൊഴിലാളികൾക്ക് KSIDC മുഖേന പ്രതിമാസം നൽകിയിരുന്ന ധനസഹായം കഴിഞ്ഞ 3 മാസക്കാലമായി നിർത്തിവച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.